ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ പ്രചരണത്തിന്റെ ഭാഗമായി ചൊവ്വൂർ സെന്റ് സേവിയേഴ്സ് ഹൈസ്കൂളിൽ വിളംബര ഘോഷയാത്ര നടന്നു. വിവിധ ടീമുകളുടെ ജേഴ്സി അണിഞ്ഞ വിദ്യാർത്ഥികൾ വിളംബര ഘോഷയാത്രയെ ആകർഷകമാക്കി. സ്കൂളിൽ നിന്ന് ചൊവ്വൂർ സെന്റർ വരെയാണ് വിളംബര ഘോഷയാത്ര ഒരുക്കിയത്. സ്കൂൾ മാനേജർ ഫാദർ പോളി നീലങ്കാവിൽ വിളംബര റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. വേൾഡ് കപ്പ് ആരംഭിക്കുകയാണ്. വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സരം. വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സരം ആരംഭിക്കുമ്പോൾ അതിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ്. വരുമ്പോൾ ഒരു ഫുട്ബോൾ മത്സരം നടക്കുന്നു എന്നുള്ളതിന് വിട്ട് ഉപരിയായിട്ടുള്ള ഒരു കാര്യം എന്തായിരിക്കും? വേൾഡ് കപ്പില് ഈ വേൾഡ് കപ്പ് മത്സരം നടക്കുമ്പോൾ അതിന്റെ ഉള്ളിലുള്ള ഒരു ആശയവും പ്രചോദനവും എന്തായിരിക്കും? അതായത് ലോകം മുഴുവനും ഒന്നായിത്തീരുന്ന ഒരു നിമിഷങ്ങളാണ് അത്. കാരണം വെച്ചാൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ള ജനങ്ങളും ഈ വേൾഡ് കപ്പ് കാണാനും അതിനെ പ്രോത്സാഹിപ്പിക്കുവാനും ആര് ജയിക്കും എന്നുള്ളതിനെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയും ചെയ്യുന്ന സമയങ്ങളാണ് ഈ വേൾഡ് കപ്പിന്റെ ടൈം. അതുകൊണ്ട് തന്നെ ലോകം ഒന്നായി തീരുന്ന ഒരു അവസരമായതുകൊണ്ടാണ് അതിന് പ്രാധാന്യം കൊടുക്കുന്നത്. PTA പ്രസിഡന്റ് PR ജോണി അധ്യക്ഷനായി. സൗത്ത് ഏഷ്യൻ ബേസ്ബോൾ സ്വർണ്ണ മെഡൽ ജേതാവും ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡ് മെമ്പറുമായ കുമാരി എൽവിയ കിക്ക് ഓഫിലൂടെ ഉദ്ഘാടനം ചെയ്തു. ലോക വേൾഡ് കപ്പിന്റെ ഭാഗമായി നമ്മുടെ സ്കൂളിൽ നടത്തുന്ന ഈ കിക്ക് ഓഫ് പരിപാടിയിലേക്ക് എന്നെ ഇവിടെ ക്ഷണിച്ചത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതുമാത്രമല്ല, ഇതെന്ന് പറഞ്ഞാൽ ഒരു ഐക്യത്തിന്റെയും സഹകരണത്തിന്റെയും ഒരു പ്രാധാന്യം തെളിയിക്കുന്ന ഒരു കളിയും കൂടിയാണ്. കുട്ടികളെല്ലാവരും നമ്മൾ ഏത് കളി എടുത്താലും നമ്മൾ അതിലേക്ക് ഇൻവോൾവ് ആയി നമ്മുടെ വശത്തുനിന്ന് ഒരു എഫേർട്ട് എടുത്താലാണ്. ഇപ്പൊ കളി മാത്രമല്ല, പഠനത്തിലായാലും എഫേർട്ട് എടുത്താൽ തന്നെയാണ് അതിനൊരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ കളിയുള്ളതുപോലെ തന്നെ നിങ്ങൾ പഠനത്തിലും അത് ആവർത്തിക്കാൻ ശ്രമിക്കണം. പിന്നെ അത് മാത്രമല്ല, എല്ലാവർക്കും വേൾഡ് കപ്പിന്റെ ഭാഗമായിട്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രധാന അധ്യാപിക ജെൻസി, MPTA പ്രസിഡന്റ് ഷിദി ഷൈൻ, ഫസ്റ്റ് അസിസ്റ്റന്റ് ജോബി എന്നിവർ സംസാരിച്ചു. വിവിധ ടീമുകളുടെ ജേഴ്സി അണിഞ്ഞ കുട്ടികൾ വിളംബര ജാഥയിൽ പങ്കെടുത്തു. ഇതോടനുബന്ധിച്ച് ഈ വർഷത്തെ ലോകകപ്പ് ആര് നേടുമെന്ന പ്രവചന മത്സരവും സ്കൂളിൽ സംഘടിപ്പിച്ചു.